വെൽക്കം എവരിബഡി. കുറേ കാലമായിട്ട് ഇനാക്റ്റീവായി കിടന്നിരുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ വീണ്ടും ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇനാക്റ്റീവ് ആവാനുള്ള കാരണം എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ ഒരു ജോലി മാറ്റം, സമയം ശരിയാവണില്ല, വീട്ടിലേക്ക് വരുന്നുള്ളൊരു സമയം, ആകെ ടയേർഡ് ആവുകയാണ്, വർക്ക് പ്രഷർ എല്ലാം കൂടെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ എനിക്കൊരു കണ്ടൻറ്റ് ആലോചിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൈം ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് വീണ്ടും അതൊന്ന് തുടർന്ന് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം. കാരണം ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയതല്ലേ, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കണ്ടൻറ്റ് വെച്ചിട്ട് വേണം അത് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഇത് എൻ്റെ ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രാവലോട് കൂടി നമുക്ക് തുടങ്ങാം. എൻ്റെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടി ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സസ് നമുക്ക് കാണാം. അത് മീഷോന്നും കടകളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ്. ബ്ലൂ കളറാണത്. ക്രോപ്പ് ടോപ്പും പാൻസും ആണ്. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ വീണ്ടും മീഷോന്ന് തന്നെ എടുത്തേക്കുന്ന ഒരു ഫ്രോക്കാണത്. അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ഇന്നർ, ടൈ ചെയ്യുന്ന പോലത്തെ ഒരു ഫ്രോക്കാണ്. പിന്നെ ചേച്ചി ഒരു ഫുൾ ഹാൻഡ് കുർത്തി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഹാൻഡ് കുർത്തി ഞാൻ തുണിയെടുത്ത് തയ്പ്പിച്ചതാണ്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ കാവടി ഉണ്ടായിരുന്നു, വെള്ളാനിക്കര കാവടി. അപ്പോൾ ആ കാവടിയുടെക്ക് വേണ്ടി എടുത്ത ഡ്രസ്സ് വിഷ്ണു പറഞ്ഞു കൊണ്ടുപോകാൻ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന ഷർട്ടും കാണിക്കുന്ന പാൻറ്റും ഞാൻ കൊണ്ടുപോയിട്ടില്ല, വെയിറ്റ് കാരണമാണ്. പക്ഷേ ഇതിനൊക്കെ വേറെ പെയറുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ടൂറ് പോകുന്നത് അമ്മയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് പാക്കിങ്ങിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 30 kg ലഗേജും 7 kg ഹാൻഡ് ബാഗ് ലഗേജും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ആവശ്യത്തിനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്. ആൻഡ് ഓൾസോ കോസ്മെറ്റിക്സ് ഇല്ലാതെ നമ്മൾ എങ്ങനെ പോകും? അപ്പോൾ അത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയതായിട്ടൊരു ബാഗ് വാങ്ങി മീഷോന്ന്. 3-in-1 ആണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയ സാധനം എൻ്റെ ഹിമാലയയുടെ ഫേസ് വാഷ്, ക്വെഞ്ചിൻ്റെ മോയ്സ്ചറൈസർ, റെനിയുടെ സൺസ്ക്രീന്, ഡോക്കിൻ്റെ ഫേസ് സിറം, എൻ്റെ ഹെയർ സിറം, എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക, എൻ്റെ കണ്ണിലൊഴിക്കുന്ന മരുന്ന്, എൻ്റെ നിവ്യയുടെ ലിപ് ബാം, എൻ്റെ ബ്ലൂ ഹെവൻ്റെ മസ്കാര, ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക്ക്, പിന്നെ പേരില്ലാത്തൊരു ലിപ് ലൈനർ, ഐടെക്സിൻ്റെ കാജൽ സ്റ്റിക്ക്, ഐബ്രോ പെൻസിൽ, ഐലൈനർ, പൊട്ട്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ്. കുർത്തിക്കിടാനുള്ള കമ്മൽ, പിന്നെ ഞാൻ മഹാബലിപുരം പോയപ്പോൾ എൻ്റെ മാല, ആൻഡ് ഓൾസോ ഞാൻ ഈ ഫ്ലൈറ്റിന് വേണ്ടി പോകാൻ എക്സ്ക്ലൂസീവ്ലി വാങ്ങിയ എൻ്റെ ഫ്ലൈറ്റ് കമ്മൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ മീഷോയിലത്തെ 3-in-1 ബാഗിലാണ് ഇട്ടുകൊണ്ട് പോയത്. എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പോയത് Jan 30th നൈറ്റ് ഒരു 9:40 അങ്ങോട്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു കാറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിലേക്ക് എൻ്റെ ഫ്ലൈറ്റ് കമ്മലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ പോകണ കഴിച്ച് ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്, ടെർമിനൽ 3. അപ്പോൾ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഈ ട്രിപ്പിൽ അച്ഛനെ കൊണ്ടുപോയില്ല, അച്ഛൻ നോട്ട് ഇൻട്രസ്റ്റഡ്. ആൻഡ് നമ്മൾ ചിക്കിങ്ങിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. എയർപോർട്ടിലത്തെ ചിക്കൻ റോളും ലോഡഡ് ചിക്കൻ ഫ്രൈസും ആണ് കഴിച്ചത്. ആൻഡ് നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ഇൻഡിഗോയാണ്. ഇൻഡിഗോ ഗേറ്റ് നമ്പർ 5A അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഇതനുസരിച്ച് നമ്മളവർ വിളിച്ചു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ് നെക്സ്റ്റ് ടൈം സ്റ്റാർട്ട് ആൻഡ് ബൈ.